ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിലെ തർക്കം അതിന്റെ പരകോടിയിലേക്ക് എത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രംപിനെ വെല്ലുവിളിച്ച മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന പ്രസ്താവനയാണ് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായ ഇരുവരും എന്തിനിങ്ങനെ പോരടിക്കുന്നു? അടിക്ക് തിരിച്ചടി ഇരുവരും നൽകി തുടങ്ങിയത് എപ്പോഴാണ്, എങ്ങനെയാണ്? പരിശോധിക്കാം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് സമ്പൂർണ്ണ പിന്തുണയായിരുന്നു മസ്ക് നൽകിയിരുന്നത്. ട്രംപിന്റെ പ്രചാരണത്തിന് മസ്ക് കോടികൾ ചെലവാക്കി. പരസ്യമായി പിന്തുണച്ച് നിരന്തരമായി പോസ്റ്റുകൾ ഇട്ടു. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അഭിസംബോധന പ്രസംഗത്തിൽ അമേസിംഗ് ഗായ് എന്നും സൂപ്പർ ജീനിയസ് എന്നുമൊക്കെയായിരുന്നു ട്രംപ് മസ്കിനെ വിശേഷിപ്പിച്ചത്. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൈ അയച്ച സംഭാവനയും കൊടുത്തു. ട്രംപിന്റെ സ്ഥാനാരോഹണം തിരികെ മസ്കിനും വ്യക്തിപരമായും സാമ്പത്തികമായും വലിയ ലാഭമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. വളരെ വൈകാതെ ഇരുവരും തമ്മിലുള്ള സ്വാരസ്യങ്ങൾക്ക് തുടക്കമായി. ട്രംപിന്റെ താരിഫ് നയങ്ങളോടുള്ള എതിർപ്പ് അമേരിക്കൻ സർക്കാരിന്റെ കാര്യക്ഷമത വകുപ്പിന്റെ മേധാവി എന്ന ചുമതലയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോരുന്നതിലേക്ക് മസ്കിനെ എത്തിച്ചു. ഡോജ് പദവിയിൽ നിന്ന് ഒഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രംപിനെ അതിരൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് മസ്കിന്റെ പോസ്റ്റുകൾ വന്നു. ട്രംപ് മനോഹരമെന്ന് വിശേഷിപ്പിക്കുന്ന ബജറ്റ് ബില്ലിനെ മസ്ക് അറപ്പുളവാക്കും വിധം ലേച്ചം എന്ന് വിമർശിച്ചു. ട്രംപ് തിരിച്ചു. ട്രംപിനെതിരെ ഗൗരവമായ ആരോപണം ഉന്നയിച്ച മസ്ക് രംഗത്തെത്തി. ട്രംപിനെ ഇംപീച്ച് ചെയ്യാനും പകരം വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പ്രസിഡന്റായി നിയമിക്കാനുമാണ് മസ്ക് എക്സ്പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. ജെഫ്രി എപ്സ്റ്റീനെതിരായ ലൈംഗികാരോപണ ഫയലുകളിൽ പ്രമുഖരുടെ പേരിനൊപ്പം ട്രംപിന്റെ പേരുമുണ്ടെന്ന ഗുരുതര ആരോപണവും മസ്ക് നടത്തി. മസ്കിന്റെ ഏറ്റവും വലിയ ആരോപണം. പ്രതിരോധ മേഖലയ്ക്കും ഊർജ്ജ ഉത്പാദന രംഗത്തും അതിർത്തി സുരക്ഷയ്ക്കും കൂടുതൽ ധനസഹായം ആവശ്യപ്പെടുന്നതാണ് ട്രംപിന്റെ പുതിയ ബജറ്റ് ബില്ലായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല്. സവിശേഷതകൾ ഇങ്ങനെ: ആദ്യ ഭരണകാലത്ത് കൊണ്ടുവന്ന നികുതി ഇളവുകൾ സ്ഥിരമാക്കും. കോർപ്പറേറ്റുകൾക്കും ഉയർന്ന വരുമാനക്കാർക്കും നികുതി ഇളവുകൾ. പാരമ്പര്യ ഊർജ്ജ ഉത്പാദന മേഖലയ്ക്ക് കൂടുതൽ സബ്സിഡി. കുടിയേറ്റം, അതിർത്തി സുരക്ഷ എന്നിവയ്ക്ക് വൻ തുക വകയിരുത്തും. മെഡിക്കെയർ അടക്കമുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതികളിൽ വൻ വെട്ടിച്ചുരുക്കൽ. ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധത്തിനായി വലിയ നീക്കിയിരിപ്പ്. ജൂലൈ 4-ന് മുൻപ് ബില്ല് സെനറ്റ് കടത്താനാണ് ട്രംപിന്റെ ലക്ഷ്യം. ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അമിതമായി ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് മസ്ക് പറയുന്നു. ബില്ല് സാമ്പത്തിക ആഘാതം വർദ്ധിപ്പിക്കുകയും നാണയപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഫെഡറൽ കമ്മി കൂട്ടുകയും പൗരന്മാരിലേക്ക് കടബാധ്യത പകരുമെന്നും മസ്ക് പറഞ്ഞു. ബില്ല് നടപ്പായാൽ പലിശ അടയ്ക്കാൻ മാത്രമേ അമേരിക്കക്കാർക്ക് സമയം കാണുമെന്ന് മസ്ക് ആരോപിക്കുന്നു. ആരോഗ്യ പരിരക്ഷയെ ബാധിക്കുന്നതിനാൽ സാധാരണ അമേരിക്കക്കാർക്ക് ബില്ല് തിരിച്ചടിയാകും. ബില്ലിലെ ചെലവ് നിർദ്ദേശങ്ങൾ അമേരിക്കൻ റിപ്പബ്ലിക് താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്നും മസ്ക് പറഞ്ഞു. ഇന്ധന പാരമ്പര്യ ഊർജ്ജങ്ങൾക്ക് ട്രംപിന്റെ ബില്ല് കടുത്ത സബ്സിഡി നൽകുന്നു. ഇലക്ട്രിക് വാഹന, സോളാർ നിർമ്മാണ ഭീമനായ മസ്കിന്റെ ബിസിനസിന് ഇത് തിരിച്ചടി. മസ്കിന്റെ തന്നെ ബഹിരാകാശ കമ്പനി സ്പേസ് എക്സിന് നൽകുന്ന സബ്സിഡിയെ ട്രംപ് ചോദ്യം ചെയ്തു. സബ്സിഡികൾ നിർത്തിയാൽ മസ്ക് അടച്ചുപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ സ്വപ്ന ബജറ്റ് ബില്ലായ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയാൽ റിപ്പബ്ലിക്കൻസിനും ഡെമോക്രാറ്റുകൾക്കും ബദലായി രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഇപ്പോഴത്തെ മസ്കിന്റെ പ്രഖ്യാപനം. മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന സബ്സിഡികളും നികുതി ഇളവുകളും കരാറുകളും പിൻവലിക്കും. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം ഡീകമ്മീഷൻ ചെയ്യും എന്ന് വരെ എത്തി ട്രംപിന്റെ ഭീഷണി. ഫെഡറൽ പിന്തുണ പിൻവലിച്ചാൽ മസ്ക് കടപൂട്ടി തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ബില്ലിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ട്രംപും മസ്കും തമ്മിലെ വാക്പോര് അമേരിക്കൻ ഓഹരി വിപണിയിൽ അടക്കം പ്രതിഫലിച്ചും തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ്സുകാരനായ പ്രസിഡന്റും പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നയാളെന്ന് പറയപ്പെടുന്ന ബിസിനസ്സുകാരനും തമ്മിൽ കൊമ്പു കൊരുക്കുന്നു. ഇരുവരുടെയും നോട്ടം അവരവരുടെ ലാഭത്തിലാണെന്ന രാഷ്ട്രീയ വായനയാണ് രണ്ടുപേരുടെയും വിശദീകരണങ്ങളെക്കാൾ മാറി നിന്ന് കാണുന്ന ലോകത്തിന് ദഹിക്കാനാകുന്നത്. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ ഈ മുൻ ഉറ്റ സുഹൃത്തുക്കൾ നടത്തുന്ന നാടകം എവിടെ ചെന്നെത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.